വാർത്തകൾ വിശദമായി. 5480 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇരമല്ലിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 5480 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരമല്ലിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കിഫ്ബി ആവിഷ്കരിക്കുമ്പോൾ ഇത് നടക്കുമോ എന്നുള്ള സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ കൺമുന്നിലാണ് ചെങ്ങന്നൂർ ആശുപത്രി 100 കോടി രൂപ അതിമനോഹരമായി ഏത് സ്വകാര്യ ആശുപത്രിയെയും വെല്ലുന്ന നിലയിലുള്ള സൗകര്യങ്ങളോടുകൂടി ഡയാലിസിസിനൊക്കെ പ്രത്യേക സൗകര്യം മിനിസ്റ്റർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡയാലിസിസ് പേഷ്യൻസിനും ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ക്രമീകരണങ്ങൾ ആ നിലയിൽ നല്ല സംവിധാനങ്ങൾ ഒരുക്കണമെന്നുണ്ട്. അപ്പോൾ മാവേലിക്കരയിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മൾ നോക്കിയാൽ മാവേലിക്കരയിൽ ജില്ലാ ആശുപത്രി കിഫ്ബിയിലൂടെ പൂർത്തിയാവുകയാണ്. അങ്ങനെ ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ അവിടെ ജനറൽ ആശുപത്രി ബഹുമാനപ്പെട്ട CM അടുത്തിടെ ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് 10,000 കോടിയോളം രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ അടിസ്ഥാനം ഒരു മിഷനാണ്, വ്യക്തമായ നയമാണ്. എന്താണ് ആ നയം? ചെങ്ങന്നൂർ മണ്ഡലം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണെന്നും മണ്ഡലത്തിൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ആശുപത്രിയിലും ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. NHM DPM കോശി പണിക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സാജൻ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മനു തെക്കേടത്ത്, KR രാജ്കുമാർ, ഗീതാ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ T നായർ, ശ്രീവിദ്യ സുരേഷ്, പുഷ്പകുമാരി, സജു ഇടക്കല്ലിൽ, ബിന്ദു കുരുവിള, സതീഷ് കല്ലുപറമ്പിൽ, CDS ചെയർപേഴ്സൺ ഗീത സദാനന്ദൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സുനിത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാലിയേറ്റീവ് കെയർ, ലാബ് സൗകര്യം തുടങ്ങി നിരവധി സേവനങ്ങൾ കേന്ദ്രത്തിൽ ലഭ്യമാകും. പുതിയ OP ബ്ലോക്കിന്റെ ആർദ്രം പദ്ധതി പ്രകാരം OP കൺസൾട്ടേഷൻ റൂമുകൾ, വെയിറ്റിംഗ് ഏരിയ, OP രജിസ്ട്രേഷൻ, പ്രീ ചെക്കപ്പ്, ഒബ്സർവേഷൻ, ഇഞ്ചക്ഷൻ, നെബുലൈസേഷൻ, നഴ്സസ് സ്റ്റേഷൻ, ഇമ്മ്യൂണൈസേഷനും ലാബ്, ശുചിമുറി എന്നിവയും കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.